നല്ല ഇടിച്ചൊക്കെ പ്രായമാണ് ഇപ്പൊ മൂക്ക് ഒക്കെ ലാസ്റ്റ് ഉണ്ടായ കാരണേ മൂക്കണില്ല. എന്താണത് ഇവളൊക്കെ ഇത് എന്തിന്റെ കേടാ ഇങ്ങനെ ചീറിക്കൊണ്ടിരിക്കന്നെ വിളിച്ചായി സമാധാനം വേണ്ട. ഇത് പഠിച്ചു വേഗം എത്ര നേരം കൂടി പറയണത് ഞാനേ പഠിക്കണില്ല അതുകൊണ്ട് തന്നെ മറ്റൊന്ന് പരീക്ഷയാണ് സോഷ്യലാണ് എത്ര പഠിക്കാൻ വെച്ചിട്ടാ അതിന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിട്ട് ആൾക്കാർ കേൾക്കിട്ടത് അടുത്തുള്ള ആൾക്കാരെ കേൾക്കിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിട്ട് പഠിച്ചുകൂടാ ഞാൻ ബഹളം ഉണ്ടാക്കില്ലല്ലോ. കാരണം ഇത് പഠിച്ചൂടാ, ഇത് വെറുതെ ഇങ്ങനെ പറയിപ്പിക്കണോ? ഇത്ര പോകുന്നില്ലേ? ഇതൊക്കെ ഒരാൾ പറയണോ? ഇത് പരീക്ഷ പഠിക്കണം എന്നൊക്കെ ഒരാൾ പറയണോ? വെറുതെ ഫോൺ എടുത്തിട്ട് നേരെ ഇങ്ങനെ നോക്കിയിരിക്കണതാണ്. എന്നിട്ട് പഠിക്കാന്നാ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ ഇടയിൽ ഇൻസ്റ്റാഗ്രാം അത് ഇതൊക്കെ നോക്കുക. എന്തിനാ നേരെ മൊബൈലിൽ ഇങ്ങനെ പഠിക്കണം? അപ്പൊ പിന്നെ മൊബൈലിൽ ഇപ്പൊ പഠിത്തുള്ളൂ, മാരത്തോൺ അല്ലേ ഇപ്പൊ നേര് മാരത്തോൺ. ബുക്കൊന്നും വായിക്കില്ല. എന്നാ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇടയ്ക്ക് ബുക്ക് എടുത്ത് എഴുതുക അങ്ങനെയൊക്കെ അതും ചെയ്യില്ല. വെറുതെ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കളിക്കുകയും ചെയ്യാം. കളിക്കണം നമുക്ക് അറിയില്ലല്ലോ. പഠിക്കാൻ തന്നെ ഇവിടെ വിചാരം ഉണ്ടാവും. കൊടുക്കണത് അപ്പൊ അതെങ്കിലും പഠിച്ചോട്ടെ വെച്ചിട്ടാ ബുക്കേ വായിക്കില്ല. എന്നാ ഇതിനെങ്കിലും വല്ല മനസ്സിലായി എന്തെങ്കിലും കിട്ടിയത് എഴുതിക്കോട്ടെ. ഞാൻ ആലോചിക്കണതല്ല പിന്നെ സ്കൂളിൽ പോയിട്ട് ഈ നോട്ട് എഴുതുന്നതും ഇതൊക്കെ പിന്നെ എന്തിനാ? അവർക്ക് ടീച്ചറെ കാണിക്കാൻ വേണ്ടിട്ട്. ടീച്ചർമാർക്ക് നോട്ട് നോക്കൂല ഇടയ്ക്ക്. അപ്പൊ നോട്ട് കാണണ്ടേ? നമ്മള് പഠിക്കണ കാലത്ത് ആ നോട്ട് എഴുതിയതും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. അന്നിപ്പോ ഈ മൊബൈലിൽ ഇത് കണ്ടിട്ടാ പഠിക്കുന്നത്. മൊബൈലും ഇല്ലല്ലോ അങ്ങനെ, അതുകൊണ്ടല്ലേ കൂടുതലും. ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്നത് അങ്ങനെ തന്നെ, ബുക്കൊക്കെ നോട്ട് ബുക്കും ടെക്സ്റ്റ് അല്ല അങ്ങനെയാണെങ്കിൽ ഇന്നപ്പോ എനിക്ക് സ്കൂൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ പരീക്ഷക്കാലായ മൊബൈലിൽ നോക്കിയിരുന്നിട്ട് ഇത് പഠിച്ചാ പോരെ, അതിന്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ സ്കൂളിൽ വെറുതെ ഒരു വർഷം സ്കൂളിൽ പോയിട്ട് നോട്ട് എഴുതുന്നതും ഇതൊക്കെ. ഇനിയിപ്പോ മൊബൈലിൽ കുറച്ചു പഠിച്ചാലും കുറച്ചേരൊക്കെ ഫോണൊന്നും നോക്കിട്ട് ബാക്കിയൊക്കെ ബുക്ക് വായിച്ചോട്ടെ, അതും കുഴപ്പമില്ലേ. ഇത് അതല്ലേ, ഇത് സദാ സമയം ഫോണിലാണ്. ഇപ്പൊ കുട്ടികൾക്ക് നല്ലൊരു ഐഡിയ ആണ് ഇത്. എന്താച്ചാല് ഈ മൊബൈൽ പഠിക്കാനാ പറഞ്ഞിട്ട് വാങ്ങുക, ഫോൺ വാങ്ങിയിട്ട് എന്തെങ്കിലും ഇത് കളിക്കാനൊക്കെ സുഖമാണല്ലോ. ആള് വീട്ടിലുള്ളവരിപ്പോ ഇതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. അതിൽ ഇങ്ങനെ നിന്ന് കളിക്കുക, ആള് വന്ന് നോക്കുമ്പോ അത് മാറ്റുക. എന്തൊക്കെ ഇത് ഇതൊക്കെ ആ കോവിഡ് കാലത്ത് ഉണ്ടായ സംഭവമാണ്. കോവിഡ് കാലത്ത് മൊബൈലിലാണല്ലോ കംപ്ലീറ്റ് പഠിക്കലും കാര്യങ്ങളും കംപ്ലീറ്റ്. അതിപ്പോ കുട്ടികളെ ശീലാക്കി അന്നത്തെ ആ ഒരു ഇത് എല്ലാവർക്കും അത് മൊബൈലിൽ നോക്കിയാലാണ് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചില ടീച്ചേഴ്സ് പറഞ്ഞാൽ തന്നെ അവര് മൊബൈൽ പഠിക്കാനുള്ള കയ്യിലിട്ട് കൊടുക്കും. അത് നോക്കിയിട്ട് കുട്ടികൾ എന്തായി മാറി, അങ്ങനെ ആയി മാറി. ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല. എല്ലാത്തിനും ഗ്രൂപ്പ് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതും ആണത്. പക്ഷെ അതിന് ഇവര് ദോഷമായിട്ട് ചെയ്യണതേ. ഫോണ് നല്ലപോലെ ഉപയോഗിച്ചാൽ നല്ല തന്നെയാണ്. ഇപ്പൊ അപ്പത്തെ കാര്യങ്ങൾ ഗ്രൂപ്പിൽ അവർ അറിയിക്കും. എല്ലാം ഇപ്പൊ ക്ലാസ്സിൽ പറയുന്നത് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ അവര് ഇപ്പൊ ഫോണിൽ അയച്ചു തരികയാണെങ്കിൽ നല്ലതാണ്. അവര് പഠിക്കാൻ വെച്ചു. പക്ഷെ അതല്ല ചെയ്യണത്, ഇത് യൂട്യൂബാണ് മൊത്തം. ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല കേട്ടോ. അവനൊന്നും ഒരു ബുക്ക് നോക്കി വായിക്കണോ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണതോ നോട്ട് ബുക്ക് വായിക്കണതോ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. വായിക്കാറില്ല, നല്ലതാണ്. പിന്നെ ഞാനതല്ല പിന്നെ എന്തിനാ ഇതൊക്കെ അതിൽ എഴുതുന്ന നോട്ട് എഴുതുന്നതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോട്ട് ബുക്ക് എടുത്ത് വായിച്ചാലും നോട്ട് ബുക്കിൽ എഴുതുക, അവരെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ യൂട്യൂബില് അത് യൂട്യൂബിൽ പഠിച്ചാലാണ് മാർക്ക് കിട്ടുന്നുള്ളൂ നീ തന്നെ പറയണുണ്ട്. യൂട്യൂബിൽ പഠിച്ച മാർക്ക് കിട്ടാന്നല്ല, യൂട്യൂബിലും കുറച്ച് പഠിക്കണോണ്ട് തെറ്റൊന്നും ഇല്ല. പക്ഷെ ഒപ്പം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കണം എന്നാ ഞാൻ പറയണത്. കുറച്ചു നേരം ഫോൺ നോക്കി പഠിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഒപ്പം നോട്ടും ടെക്സ്റ്റും ഒപ്പം വായിക്കണം. അന്ന് എന്താ വെച്ചിട്ട് അതിർത്തിയും കൂടി വന്നാ എഴുതാലോ. ഇത് അതല്ലേ ചെയ്യണതേ, അത് ഇരിപ്പുണ്ടില്ലേ. ആ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് വായിച്ചു കൂടെ? ആ ടെക്സ്റ്റ് ബുക്ക്, ആ നോട്ട് ബുക്ക് എന്നൊക്കെ പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്നത്? അതൊക്കെ നോക്കിട്ട് വായിച്ച് പഠിച്ചൂടെ? ഇതിലെന്നെ ഇതേ മൊബൈലിൽ തന്നെ നോക്കി പഠിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ മൊബൈല് നോക്കിട്ട് പഠിക്കുന്നത്. പിന്നെ അവന് അനക്കല്ല, മോന്തി കയറ്റേണ്ടിയിരിക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവൻ പഠിക്കില്ല. അവൻ പറയാം എന്നാ ഞാൻ പഠിക്കണില്ല, അവന്റെ ഫോണ് വെച്ച് പോകും. ഇപ്പൊ അവന്റെ ഒരു ഭർത്താവ് എനിക്ക് ഫോണിലൊന്നും ചെയ്യാൻ പാടില്ലാതെ അതാ സമയം അവന്റെ കയ്യിലെ ഫോൺ. ഞാൻ എവിടെയും പോയി വന്നാൽ അവന്റെ ഫോൺ എടുക്കും. എന്നിട്ട് അന്ന് ആദ്യം പഠിക്കാതെ നോക്കും. എന്നിട്ട് അതിന്റെ ടീച്ചർമാരുടെ മെസ്സേജ് ഇട്ടാവുന്ന കണ്ടിട്ടാവില്ല. എന്നിട്ട് എന്നോട് ചോദിക്കുക അതിലെന്താ മെസ്സേജ് വന്നിട്ടുള്ളത്, എന്താ ടീച്ചർ പറഞ്ഞു എന്നോട് ചോദിക്കുക. എന്തായാലും നിങ്ങളെ ബഹളം കാരണേ എന്ത് സൗണ്ട് ആയിട്ട് ഇവിടുന്ന് എവിടേക്ക് കേൾപ്പിച്ചിട്ടാ ഈ ഒച്ചും ബഹളവും ഈ കാലായ പരീക്ഷക്കാലായ പിന്നെ ആകെ പഠിക്കാതെ നന്നായിരുന്നു. അതൊന്നുമില്ലല്ലോ. വെറുതെ മനുഷ്യനോട് പറയിപ്പിക്കാൻ നിൽക്കുക രാവിലെ. അത് ആദ്യം തന്നെ ഈ എല്ലാത്തിനും ഫോൺ കൊടുത്തിട്ട് അങ്ങനെ ശീലാക്കി. അതാണ് ഇതില് പ്രശ്നം. എന്ത് കാര്യത്തിനും ഫോണൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്ത് ശീലാക്കി കുട്ടികൾക്ക്. ആ കുട്ടികളോട് ആദ്യം തന്നെ ഇരുന്നിട്ട് ബുക്കിൽ നോക്കി പഠിക്കാൻ പറയണേ. ഇതിപ്പോ എന്താ വെച്ചാല് ഇങ്ങനെതായ കാരണം ഇപ്പൊ യൂട്യൂബുകാരൊക്കെ കാശുണ്ടാക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇത് കുട്ടികളെല്ലാവരും ഇതില് കണ്ടിട്ടല്ലേ പഠിക്കണേ. എങ്ങനെ ഇപ്പൊ ഞാനല്ല ആലോചിക്കണേ, ഈ
സ്കൂളിൽ പഠിപ്പിക്കണ ഇതിനെക്കാളും കൂടുതൽ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ആൻസർ എഴുതാനൊക്കെ പറ്റുന്നു, ഇവർക്ക് എങ്ങനെ എങ്ങനെ അത് ചില യൂട്യൂബുകാർക്ക് ഒരു എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് അറിയാവുന്ന അപ്പൊ അവര് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവര് അതിന് പഠിച്ച അവർക്ക് അത്രയും കുറച്ച് മാർക്ക് കിട്ടൂല, അതാണ് ചിന്തിക്കുണ്ടാവുക. അന്ന് പക്ഷെ കുറച്ചൊക്കെ വരുന്നുണ്ടല്ലോ. വരുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ അന്ന് എന്താ യൂട്യൂബറെ പിടിക്കൊക്കെ ഇല്ലേ ഈ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ട് അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായല്ലോ. അതിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞെടുത്തൊക്കെ കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. ഇപ്പൊ കുട്ടികളെ എന്നിട്ട് ഇപ്പൊ എല്ലാവരും എളുപ്പമാർഗമാണ് നോക്കണേ. എങ്ങനെ മാർക്ക് കിട്ടാൻ എന്താ മാർഗം, മാർക്ക് കിട്ടുകൊണ്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക, അതിനെന്താ എളുപ്പമാർഗം നോക്കേണ്ട കുട്ടികള്. അവനോട് ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ എന്താ പറയാ വായിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു നോക്കി. അപ്പൊ അവൻ പറയും നിങ്ങളുടെ പണ്ടത്തെ കാലല്ലേ, ഇപ്പൊ ന്യൂജനാണ്, പണ്ടത്തെ പോലത്തെ പഠിപ്പല്ലേ ഇപ്പൊ ഞങ്ങളുടെ പഠിപ്പ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ചോദിച്ചു നോക്കി. അവൻ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ശരിയാ. പണ്ടത്തെ പഠിപ്പല്ലാത്ത ഇപ്പൊ അവര് പഠിക്കാൻ അത്ര കാര്യം. അല്ല അത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ നോക്കി പഠിച്ച് മാർക്കൊക്കെ കിട്ടുന്നത് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് എന്താ വെച്ചാൽ ഫുൾ ടൈം ഇതിലും നോക്കി ഒന്നാമത്തെ കണ്ണിന് കേടാണേ. കണ്ണിന് ഭയങ്കര കേടാ ഈ ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കണ, അതാണ് പ്രശ്നം. പിന്നെ അത് മാത്രമല്ല ഞാൻ ആലോചിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് ഒരു വർഷം എഴുതി നോട്ട് എഴുതി ഇതൊക്കെ കിട്ടും, പിന്നെ അതിലൊന്നും എന്തായാലും നോട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നോട്ട് ടീച്ചർമാർ ചോദിക്കൂലോ, നോട്ട് കാണിച്ചാലും പറയില്ല. അപ്പൊ ഒരു ഭയങ്കര എഴുത്തെല്ലാം ഉണ്ടാവില്ല. എത്ര നോട്ടാണ് എഴുതി കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ചില നോട്ടൊന്നും മുഴുവനായിട്ടുണ്ടാവില്ല. അതാണ് ഈ ചൂണിട്ടോ. എവിടേക്കടാ ഇവിടെ വാട ഇവിടെ നിന്ന് പഠിക്ക്. ഇനി ഇപ്പൊ അതിന്റെ കാര്യമില്ല പറയണേ. ഇനിയിപ്പോ വരില്ല. ചെക്കന്റെ നോക്കി നോക്കിയാ നോക്കണുണ്ടോ. എന്തെങ്കിലും ചെറിയൊരു പണി ചെയ്യുക, അവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടെ ഉണ്ടാക്കായിരിക്കും. വേണമെങ്കിൽ ഒരു കീഴ്ക്കൽ എന്തെങ്കിലും എടുത്തിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുക. വടി എടുക്കണമെങ്കിൽ ആ ഓടില്ല, പിന്നെ അടിക്കാൻ കിട്ടണ്ടേ. അതിന്റെ ദേഷ്യം പോലെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ നല്ലപോലെ പറഞ്ഞാൽ അതും മനസ്സിലാവില്ല. ഇതിന്റെ എന്തൊരു ദോഷവശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും പറഞ്ഞാൽ മനസ്സിലാവില്ല കുട്ടികൾക്ക്. ഈ സമയത്ത് ഇങ്ങനെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യണം എന്തായാലും. ഇത് വെറുതെ ആവശ്യമില്ലാതെ ഈ സാധനം ഇങ്ങനെ എപ്പോഴും ഇതാകണം അത്ര നല്ല കാര്യം തന്നെ. എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യം. ഇനിയിപ്പോ ഫോണിക്ക് പഠിക്കാൻ വേണ്ടിട്ട് കുറച്ച് നിങ്ങൾ പോയി പറഞ്ഞു പോയില്ലേ, ഇനി കുറച്ച് കഴിഞ്ഞിപ്പോ വരും ഫോണായിട്ട് പഠിക്കട്ടെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്നെ കാണുമ്പോൾ ഞാൻ അതെടുക്കും, എടുത്തിട്ട് ഞാൻ പഠിക്കാന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നിട്ട് ഞാൻ എന്തിനേലും പോയ നേരം കൊണ്ട് ഇൻസ്റ്റാഗ്രാം എടുക്കും. അതന്നെ സ്ഥിരമുള്ള പരിപാടി. ഞാൻ എത്ര പ്രാവശ്യം ഡിലീറ്റ് ചെയ്താ വീണ്ടും എടുക്കല്ലേ. പിന്നെ ഒരു ഫോൾഡറിൽ ചെയ്ത് വെക്കുകയാണ്, പിന്നെ കാണില്ല. അതിനിപ്പോ കുട്ടികൾക്ക് അറിയാത്ത വിദ്യകളൊന്നുമില്ല. അവര് ജനിച്ച് വീണുമ്പോ തൊട്ട് തന്നെ ഈ സാധനം കണ്ടിട്ട് വളരണത്, ഈ ഫോണും ഇതും കണ്ടിട്ടാണ് അവര് വളരുന്നത്. നമ്മളൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് കാണുള്ളത്. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഇല്ലേ, ആ ചെറിയ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അവനടക്കം ഫോൺ കണ്ടാവും ഇങ്ങനെ നോക്കി കളിക്കണം. അതാ പറഞ്ഞ അറിയാം. അവര് ചെറുപ്പത്തിൽ ജനിച്ച് വീണ കഴിക്കാൻ അവര് ഈ സാധനം കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. ഇപ്പൊ ഓരോരോ വീട്ടുകളിലാണ് കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ കുട്ടികളെ കറിയാണെങ്കിൽ മൊബൈൽ വെച്ച് കൊടുക്കുക. അതുപോലെ അമ്മമാര് എന്തെങ്കിലും വീട്ടില് പണിയാ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടിട്ട് ഈ മൊബൈൽ ഓൺ ആക്കിയിട്ട് അവര് മുന്നിൽ വെച്ചു കൊടുക്കും. ഞാൻ ഇത്രയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, 1 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവര് കാണാൻ സാധനം ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇരുന്ന് ഇങ്ങനെ കാണുന്നത്. നമ്മളൊക്കെ ഈ സാധനം ഇപ്പോഴും നമ്മളിപ്പോഴും ഇതിലൊക്കെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികളോട് ചോദിക്കുക ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇതാണ് കുട്ടികൾക്ക്. നല്ലപോലെ കൊണ്ടുവച്ച കുഴപ്പമൊന്നുമില്ല. ഫോണ് നല്ലതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണ് നല്ല തന്നെയാണ്. ദോഷമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നങ്ങളാവുന്നത്. നല്ലതുപോലെ കാര്യങ്ങൾ അറിയാനൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ സദാ സമയം ഫോണ് നോക്കരുതാ മാത്രം. ഫോണിൽ പഠിക്കണമെന്ന് തെറ്റില്ലേ, ഫോണിൽ കുറച്ച് പഠിക്കുക, ബുക്കുകൾ വായിക്കാം. അത് ബുക്ക് തീരെ വായിക്കില്ല, അതാണ് പ്രശ്നം. ബുക്ക് കുറച്ചെങ്കിലും ഒന്ന് വായിക്കണ്ടേ. കുറച്ചു നേരം ബുക്ക് വായിക്കുക, എന്നിട്ട് കുറച്ച് ഫോണിൽ പഠിക്കുക, തെറ്റൊന്നുമില്ല. ഇത് അതല്ല, ഇത് സദാ സമയം ഫോണേ പറ്റുള്ളൂ പറഞ്ഞാൽ എന്താ ചെയ്യുക. എല്ലാവർക്കും കുട്ടികളുടെ കാര്യം ഞാൻ എല്ലാവരോടും ചോദിക്കുമ്പോ അവരൊക്കെ ഇങ്ങനെ തന്നെ പറയുന്നത്, പുറത്ത് ഫോൺ തന്നെ പഠിക്കുക. ഇത് തന്നെയാ എന്നാ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയ ഒരു പരിഷ്കാരമാണിത്, മൊബൈലിൽ പഠിക്കുക എന്നുള്ളത്. അന്ന് മുതലാണ് കുട്ടികളെ അതിലൊരു അച്ചായ പോലെ ആയത്. പിന്നെ അതിനൊരു മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സും കുറെയൊക്കെ എന്താ വെച്ചാൽ പഠിക്കാനൊക്കെ ഇവർക്ക് ഇതിലിട്ട് കൊടുക്കണില്ലേ, കുറെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആ നോട്ടൊന്നും ഇവര് പഠിക്കുന്നില്ല. ഇവര് വെറും ഈ യൂട്യൂബിലത്തെ വീഡിയോസ് മാത്രമല്ലേ പഠിക്കണുള്ളൂ. ആ നോട്ട് എഴുതിരിക്കലും പഠിക്കലൊക്കെ കുറവ് തന്നെ. അതുപോലെയാണ് ഈ മൊബൈലിൽ നോക്കി പഠിക്കണ ഒരു ഇത് വന്നത്. എന്തായാലും എന്തേലും ചേട്ടാ ഈ ഒന്ന് ഒച്ച വേറെ ഉണ്ടാക്കാതിരിക്കട്ടോ. നമുക്കറിയില്ല ഇങ്ങനെ നോക്കി കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാല്
എടാ വന്ന് വിളിച്ചാലേ ഞാൻ ഇപ്പൊ ആ വണ്ടി തുറക്കാൻ നിൽക്കണ്ട, അതിപ്പോ തുറക്കൊന്നും വേണ്ട, അവിടെ നോട്ടെ. ഇത് പഠിച്ച ആ ബുക്ക് ഏതെങ്കിലും വെറുതെ ഇങ്ങനെ അമ്മയെ കൊണ്ട് ഇങ്ങനെ ഒത്തുപാടും വായിക്കാൻ നിൽക്കണ്ടേ. ആയിരുന്നു പഠിച്ചോ. ഞാനേ ഇതൊന്നും കൊണ്ട ആവശ്യമുണ്ട്. ഞാൻ പോയിരുന്ന കഴിയില്ല. ആ വണ്ടിയുടെ ചാവി എടുത്ത അഞ്ച് കോടം കുത്തിയേക്കാ.